പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട മൈലപ്രയിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും പ്രൈവറ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കാറിൽ ഒരു കുട്ടിയടക്കം മുതിർന്നവർ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാറിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകർക്ക് പരിക്കേറ്റു. അവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ബസിന്റെ ഡ്രൈവർ നമ്മോടൊപ്പമുണ്ട്. ഇതെന്താ ശരിക്കും സംഭവിച്ചേ? നമ്മൾ അവിടുന്ന് വരുമായിരുന്നു. വന്ന വഴിക്ക് ഈ കാറ് ലൈനിൽ വന്ന വണ്ടി പെട്ടെന്ന് വലത്തോട്ട് മാറി നേരെ ബസ്സിന് നേരെ വന്ന് ഇങ്ങനെ കയറുമായിരുന്നു. അവിടുന്ന് അങ്ങനെ വന്നു. പിന്നെ മാക്സിമം നമ്മൾ ചവിട്ടി ഒതുക്കി നിർത്തി കൊടുത്തു. ഫുൾ അടച്ചില്ലായിരുന്നു വണ്ടി. ഒതുക്കി നിർത്തി നമ്മൾ പിന്നെ പോകുന്നെങ്കിൽ മതിലിനപ്പുറത്ത് പോയേനെ ബസ്. അതുകൊണ്ട് അവിടെ ചവിട്ടിയത് അങ്ങനെ വണ്ടി ഒതുക്കി കൊണ്ട് ഇടിച്ചിട്ട് ആ ഓട്ടയ്ക്കകത്ത് കൊണ്ട് ഇടിച്ചു. കാറിൽ എത്ര പേരുണ്ടായിരുന്നു? കാറിൽ 3 പേരാന്ന് തോന്നുന്നു. 3 പേര് ഒരു കൊച്ചും ഉണ്ടായിരുന്നു, പൊടിക്കൊച്ച്. അവരെ പരിക്ക് അവര് ഹോസ്പിറ്റലിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്നേരം തന്നെ പോയി. കാറ് വേഗതയിലായിരുന്നു. കാറ് നല്ല വേഗത്തിലായിരുന്നു. കാറ് വേഗത്തിൽ ഓവർ സ്പീഡിലാണ് വന്നത്. ഫുള്ള് വലത്തുനിന്ന് കയറി വന്നത്. ശബരിമല ദർശനം കഴിഞ്ഞു വരികയായിരുന്നു. ദർശനം കഴിഞ്ഞ് വരുന്നവരെ താങ്കൾ കണ്ടല്ലോ, അപകടം നേരിട്ട് കണ്ടല്ലോ. കാർ അവിടെ തൊട്ട് വെട്ടി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും വണ്ടി അത്രയും വെട്ടിച്ചത്. മതിലിന്റെ ചേർന്നാണ് ബസ് നിന്നത്. ഇത് സൈഡിൽ വന്ന് ഇടിക്കുകയായിരുന്നു, ഫ്രണ്ടിൽ ഇടിച്ചിട്ടില്ല. സൈഡിൽ ഇടിച്ച് മറിയുന്നു. ഓട്ടോ അതിന്റെ മണ്ടയിൽ കൂടെ വന്ന് മറിയുവാൻ. ഓട്ടോ ഞങ്ങൾ പൊക്കിയ അദ്ദേഹത്തെ എടുത്തത്, ഓട്ടോ ഡ്രൈവറെ എടുത്തത്. എന്തിന്റെ പരിക്കുണ്ട്? കൈക്കൊക്കെ പരിക്കൊക്കെ ഉണ്ട്. അന്നേരം നമ്മളത് കാണാൻ പറ്റിയിട്ടില്ല. അത് എല്ലാവരെയും ഒന്നര ഹോസ്പിറ്റലിൽ കൊണ്ട്. പത്തനംതിട്ട ഭാഗത്തു നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്നു കാറ്. സ്വകാര്യ ബസ് മണ്ണാർക്കുളഞ്ഞി ഭാഗത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്നു. കാറിന്റെ മുൻവശം വലതുവശം ചേർന്നാണ് ഇടിച്ചത്. ബസ്സിന്റെ ഒരു വശം ഇടിച്ചത്. ഈ കാറിന്റെ വശം നമുക്ക് കാണാം. അതിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറിന്റെ പുറകുവശത്തേക്കും 2 ഡോർ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും ചളുങ്ങി തകർന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും പരിക്കേറ്റവരെ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാർ മാത്രമല്ല, ഒരു ഓട്ടോറിക്ഷയും കൂടി ഈ അപകടത്തിൽപ്പെട്ടു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.